CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിയെ ചോദ്യം ചെയ്യാനുള്ള വിശദമായ ചോദ്യാവലി ED തയ്യാറാക്കി. CMRL നിന്ന് ലഭിച്ച 2 കോടിയിലധികം തുക വിനിയോഗിച്ചത് എങ്ങനെ എന്നതിൽ വ്യക്തത വരുത്തും. പണം ഉപയോഗിച്ച് സ്വത്തുക്കൾ സമ്പാദിച്ചെങ്കിൽ അത് കണ്ടുകെട്ടാനും നീക്കമുണ്ടാകും. കേസിൽ വീണയെ മറ്റന്നാളാണ് ചോദ്യം ചെയ്യുക. CMRL ഉന്നതരുടെ ചോദ്യം ചെയ്യൽ അടുത്തയാഴ്ച നടക്കും. സഹിൻ ആന്റണി വിവരങ്ങളുമായിട്ട് ചേരുന്നു. സഹിൻ, ഇപ്പോൾ വീണ ടിയെ ചോദ്യം ചെയ്യുക എന്നതായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഈ സമൻസ് അയച്ച 9 പേരിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ED കാണുന്നുണ്ടാവുക. സ്വാഭാവികമായിട്ടും പുറത്ത് രാഷ്ട്രീയമായിട്ട് ചർച്ച ചെയ്യുന്ന ആളുകളുടെയും നോട്ടം അതിലേക്കായിരിക്കും. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ED വീണയിൽ നിന്ന് ചോദിച്ചറിയാൻ സാധ്യതയുള്ളത്? എന്തൊക്കെ വിധത്തിലാണ് ആ ഒരുക്കങ്ങൾ മുന്നോട്ട് പോകുന്നത്? സനീഷ്, എക്സാലോജിക് CMRL കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ തന്നെയായിരിക്കും പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയാൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ചും SFIO കണ്ടെത്തിയ ചില രേഖകൾ അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ആ രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ രേഖകളിൽ തന്നെ പറയുന്ന ഒരു പ്രധാന കാര്യം 8 ലക്ഷം രൂപ പ്രതിമാസം വീണയ്ക്കും വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിനും നൽകിയിരുന്നു എന്നുള്ളതാണ്. CMRL IT സേവനങ്ങൾക്കടക്കമാണ് ഈ പണം നൽകിയിരുന്നത്. എന്നാൽ യാതൊരുവിധ സേവനവും വീണയുടെ കമ്പനിയോ വീണയോ നൽകിയിരുന്നില്ല എന്നുള്ളൊരു കണ്ടെത്തലുണ്ട്. 3 ലക്ഷം രൂപ എക്സാലോജിക്കിനും 5 ലക്ഷം രൂപ വീണയുടെ പേരിലുമായിരുന്നു. 8 ലക്ഷം രൂപയാണ് നൽകിയിട്ടുള്ളത്. 2,78 ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ CMRL എക്സാലോജിക്കിന് മാത്രം നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് SFIയുടെ ആ പേപ്പറിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും പ്രധാനമായും അറിയാൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ചും CMRLും എക്സാലോജിക്കും തമ്മിലുള്ള കരാർ എങ്ങനെയായിരുന്നു, ആ കരാറിൽ എന്തെല്ലാം സേവനങ്ങൾ എക്സാലോജിക്ക് നൽകിയിട്ടുണ്ട്, ആ സേവനങ്ങൾ ഏതെല്ലാം തരത്തിലാണ് നൽകിയിട്ടുള്ളത്, വീണയുടെ ഇതിൽ ഇടപാട് എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കും. മാത്രമല്ല, ഈ പണം ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സ്വത്തുവകകൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീങ്ങുമെന്നുള്ളതാണ് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, ഈ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ എത്ര നാളായിരുന്നു ഈ കരാറിൽ ഏർപ്പെട്ടിരുന്നത്? കൂടാതെ CMRLിന് ശേഷം അല്ലെങ്കിൽ എക്സാലോജിക്കിന് ശേഷം CMRL കരാറിൽ ഏർപ്പെട്ടത് ആറ്റ എന്ന് പറയുന്ന ഒരു കമ്പനിയോടായിരുന്നു. ആ കമ്പനി എത്ര രൂപയായിരുന്നു CMRL നൽകിയിരുന്നത്? അതായത് ഈ എക്സാലോജിക്കിന് ശേഷം വന്ന കമ്പനിക്ക് വളരെ കുറഞ്ഞ തുക മാത്രമേ CMRL നൽകിയിട്ടുള്ളൂ ഇതേ സേവനങ്ങൾക്കായി. അതുകൊണ്ട് തന്നെ ഭീമമായ ഒരു തുക വീണയ്ക്കും വീണയുടെ കമ്പനിക്ക് നൽകി എന്നുള്ളതിലാണ് പ്രാഥമികമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിലയിരുത്തുന്നത്. ആ രീതിയിൽ തന്നെയായിരിക്കും അന്വേഷണം മുന്നോട്ട് പോകുക. ഇതിനിടയിൽ തന്നെ CMRL ഉദ്യോഗസ്ഥരെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിച്ചു വരുത്തുന്നുണ്ട്, അവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. അവരുടെ മുൻമൊഴികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നുണ്ട്. ആ മുൻമൊഴികളുടെ എല്ലാം അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും വീണയെ ചോദ്യം ചെയ്യുക. കൂടാതെ CMRL ഉടമകളിൽ ഒരാളായിട്ടുള്ള ശരൺ കർത്തയെ തിങ്കളാഴ്ചയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നത്. മാത്രമല്ല, ഈ ചോദ്യം ചെയ്യലുകളൊക്കെ നിർണായകമാകുന്നത് പ്രത്യേകിച്ചും ഇല്ലാത്ത ഒരു സേവനത്തിന് ഇത്രയധികം തുക വാങ്ങി എന്നുള്ളതിൽ അധിഷ്ഠിതമായിട്ട് തന്നെയായിരിക്കും. കൂടാതെ വീണയുടെ ഈ ഇടപെടൽ, സതീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വീണയുടെ ഈ ഇടപെടൽ തന്നെയായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലക്ഷ്യം വെക്കുന്നത്. ആ രീതിയിൽ തന്നെയായിരിക്കും അവരുടെ ചോദ്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നതും. എന്തായാലും ദീർഘമായ ഒരു ചോദ്യാവലി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള വിശദമായ ചോദ്യം ചെയ്യൽ തന്നെയായിരിക്കും നടക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും. ആ രീതിയിൽ തന്നെയായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നതും. ശരി, ഇത് സംബന്ധിച്ച് മറ്റ് ഉള്ളവരിലേക്ക് ചോദ്യം ചെയ്യൽ ഏത് ദിവസങ്ങളിലായിരിക്കും സഹിനെത്തുക? വീണ ടിയുടെ കാര്യം ചോദ്യം ചെയ്യൽ പൂർത്തിയായാലായിരിക്കുമോ മറ്റുള്ളവരിലേക്ക്? ഇപ്പം ശശിധരൻ കർത്ത അസുഖമായിട്ട് ആശുപത്രിയിലാണെന്ന് കേൾക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകന് സമൻസ് ഉണ്ട്. മറ്റുള്ള ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ എപ്പോഴായിരിക്കും കടക്കുക? ശശിധരൻ കർത്ത സനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോഗ്യ മോശമായതിനെ തുടർന്ന് ആശുപത്രിയിലാണ്. അതുകൊണ്ട് തന്നെ അയാളെ ഉടൻ തന്നെ ചോദ്യം ചെയ്യുമെന്ന് അറിയാൻ കഴിയില്ല. പക്ഷേ ശശിധരൻ കർത്തയുടെ മകൻ ശരൺ കർത്തയോട് തിങ്കളാഴ്ചയാണ് വരാൻ പറഞ്ഞിരിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ 10:30 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിൽ ഹാജരാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തുടർന്ന് CMRLിലെ മറ്റു ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അത് ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിലാണ് അവരെ ചോദ്യം ചെയ്യുന്നത്. അതായത് അടുത്ത ആഴ്ചയോടുകൂടി ഈ 8 പേരുടെയും ചോദ്യം ചെയ്യൽ അവസാനിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്നായിരിക്കും മറ്റാളുകളിലേക്ക് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക. പ്രത്യേകിച്ചും നേരത്തെ സനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ പല ആളുകളുടെയും ഇടപെടലുണ്ട്. നേരത്തെ ഈ ഭരണകക്ഷിയിലെ ആളുകളുടെ തന്നെ ഈ വീണ ഒരു IT ഡിപ്പാർട്ട്മെന്റിന്റെ പേര് പറഞ്ഞാണ് പണം വാങ്ങിയിരുന്നതെങ്കിൽ ഇതിലൊന്നും ഉൾപ്പെടാത്ത UDF നേതാക്കൾ അടക്കമുള്ള ആളുകളുണ്ട്. അതായത് മാസപ്പടിയായി തന്നെ പണം കൈപ്പറ്റിയ ആളുകൾ, അവരിലേക്ക് കൂടി അന്വേഷണം പോകേണ്ടതായുണ്ട്. അവർക്കും നോട്ടീസ് നൽകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഇത് വീണയിൽ തുടങ്ങി എവിടെ അവസാനിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. നിലവിൽ ഈ 8 പേരെ ചോദ്യം ചെയ്യുന്നത് ഈ ആഴ്ചയും അടുത്ത ആഴ്ചയുമായി അവസാനിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സനീഷ്.
ശരി, നന്ദി സഹിന. വിവരങ്ങൾക്ക് എന്തായാലും